നിങ്ങൾക്ക് ഷോർട്സിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കുറവായിരിക്കും 1, 2, 10, 15 വ്യൂസ് എല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോങ് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് യൂസ് ചെയ്യുക. ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്, കോപ്പിറൈറ്റ് കിട്ടാത്ത സോങ്, അത് എവിടെ നിന്ന് എടുക്കാമെന്നും എങ്ങനെ യൂസ് ചെയ്യാമെന്നും എങ്ങനെയാണ് ഇടേണ്ടതെന്നും ഫുള്ള് ഡീറ്റെയിൽസ്. ഒരു ടൈപ്പല്ല കേട്ടോ, ഒരു ടൈപ്പല്ല, 2, 3 ടൈപ്പ് ഓൾറെഡി നമുക്ക് റീമിക്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ഏയില വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അത് കൂടാണ്ട് പുതിയ പുതിയ ആൾക്കാർ നമ്മൾ യൂട്യൂബിലേക്ക് വരാനും കൂടുതൽ സാധ്യതയുണ്ട്. ഓക്കെ, അതിനാണ് യൂട്യൂബ് റീമിക്സ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം, നിങ്ങൾ യൂസ് ചെയ്യുന്ന മ്യൂസിക് ട്രെൻഡിങ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം നിലവിൽ ട്രെൻഡിങ് ഉള്ള സോങ് യൂസ് ചെയ്യുക. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുക. നിങ്ങൾ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക. അതിൽ ഒരു ടൈപ്പ് ഒന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് റീമിക്സ് ഓപ്ഷൻ യൂസ് ചെയ്യുക. അതുമാത്രമല്ല എവിടുന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും, എവിടുന്നൊക്കെ സോങ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു ടൈപ്പ് മാത്രമല്ല, ഷോർട്സിൽ കാണുന്ന റീമിക്സ് ഓപ്ഷൻ മാത്രമല്ല, വേറൊരു റീമിക്സ് ഓപ്ഷൻ ഉണ്ട്. ട്രെൻഡിങ് എവിടെ നിന്ന് എടുക്കാമെന്നും നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞുതരാം. പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കുക, ട്രെൻഡിങ് സോങ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബറെ കൂട്ടാൻ പറ്റും. മാക്സിമം സബ്സ്ക്രൈബറെ നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇത് നമ്മളെ വീഡിയോ കാണാത്തവർക്കും കൂടി ഈ ട്രെൻഡിങ് സോങ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വീഡിയോസ് അവർക്കും കൂടി എത്തുകയാണ്. ഓക്കെ, നമ്മളൊന്നും ഹാഷ്ടാഗ് കീവേഡ്സ് ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും റീമിക്സ് ഓപ്ഷനോട് കൂടിയിട്ട് നമ്മളെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്താണ്. ഓക്കെ, ആ സോങ്ങിൻ്റെ പവർ കൊണ്ട്. അപ്പോൾ ആ സോങ് എത്ര ട്രെൻഡിങ് ആവുന്നുണ്ടോ അത്രത്തോളം നമ്മളെ വീഡിയോസ് ഓൾറെഡി ട്രെൻഡിങ്ങിലേക്ക് പോകും. ട്രെൻഡിങ്ങിലേക്ക് പോകുന്നത് മാത്രമല്ല, അത്ര ആൾക്കാരിലേക്ക് എത്തും. അവർ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടോ അത് നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അഥവാ നിങ്ങൾ ഒറിജിനൽ വോയിസ് ആണ് അതിൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും അതിനും റീമിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഒറിജിനൽ വോയിസ് വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി സോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ട്രെൻഡിങ് സോങ് അതിൽ യൂസ് ചെയ്യുക. അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ആദ്യത്തെ ഒരു ട്രെൻഡിങ് സോങ് എവിടെ നിന്ന് എടുക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു ഐറ്റംസ് നമ്മൾ ഓൾറെഡി ഷോർട്സ് എടുക്കാം. ഷോർട്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സ് ഓപ്പൺ ആയി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത്, ഇപ്പോൾ ഷോർട്സ് വീഡിയോ നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിൽ ടാപ്പ് ചെയ്യുക, ഇത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, ടോപ്പിൽ ട്രെൻഡ് നിലത്ത് കാണിക്കും. ഓക്കെ, ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിലൊരു ഓപ്ഷൻ കാണിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഈ ഓപ്ഷൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കട്ടാ, ലൈവ് ഷോപ്പിംഗ് അത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ട്രെൻഡിങ് എന്ന് പറയുന്നത്, ഇത് ട്രെൻഡിങ് എന്ന് പറയുന്ന കാണിക്കാത്ത ചാനലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല, ചില ചാനലിൽ കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ കാണിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോസ് ഉണ്ട്, അതിൽ നെക്സ്റ്റ് ഓൾറെഡി ഞാൻ പറയുന്നുണ്ട്, അതും കൂടി വാച്ച് ചെയ്യാം. അപ്പോൾ അത് കാണിക്കാത്തവർക്ക് ഇത് ഓൾറെഡി ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇത് ഓൾറെഡി ട്രെൻഡിങ്ങിൽ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ട്രെൻഡിങ്ങിലുള്ള സോങ്ങുകൾ ഫുൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും. എന്തൊക്കെ ട്രെൻഡിങ്ങിലുണ്ട് അതൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ടാവും ഏതൊക്കെ സോങ് ട്രെൻഡിങ്ങിലുണ്ടെന്ന്. ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സോങ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മഞ്ഞപ്പൊടിൻ്റെ സോങ്, ഇത് ഓൾറെഡി ഫുള്ള് ട്രെൻഡിങ്ങിലുള്ള സോങ്ങാണ്. അപ്പോൾ ഈ സോങ്ങിൽ ഏറ്റവും കൂടുതൽ മില്യൺ വ്യൂസ് കിട്ടിയ ചാനലുകളാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഈ സോങ് ഇപ്പോൾ ട്രെൻഡിങ്, ഇപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് സോങ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് റീമിക്സ് എടുക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഞാൻ ഈ സോങ്, ഇപ്പോൾ ഈ ട്രെൻഡിങ്ങിലുള്ള സോങ് ഉണ്ടല്ലോ, ഇതിൽ ഈ മഞ്ഞപ്പൊടിൻ്റെ സോങ്ങിൽ ഫസ്റ്റ് കാണിക്കുന്നില്ലേ, ഫസ്റ്റിലുള്ള സോങ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിലുള്ള സോങ് ക്ലിക്ക് ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുള്ളത്. എത്ര റീമിക്സ് തന്നെ പോയിട്ടുള്ളത് എത്ര ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, സ്റ്റോപ്പ് ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. റീമിക്സ് തന്നെ പോയിട്ടുള്ളത് 1.7 മില്യൺ റീമിക്സ് ഇതിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സോങ് എടുത്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. സൗണ്ട്, കൊളാബ്, ഗ്രീൻ സ്ക്രീൻ, വീഡിയോസ്. ഓക്കെ, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മളെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ
ഗ്രീൻ സ്ക്രീന് അല്ലെന്നുണ്ടെങ്കിൽ കട്ട് വീഡിയോസ് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് സൗണ്ട് മാത്രം മതി, നമ്മളെ വീഡിയോസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൗണ്ട് യൂസ് ചെയ്യാം. കൊളാബ് ചെയ്യാനാണെങ്കിൽ ഒരു വീഡിയോ ആ ഭാഗത്തും ഒരു വീഡിയോ ഈ ഭാഗത്തും നമ്മളെ വീഡിയോ വേറൊരു ഭാഗത്തും ക്യാമറ ഓപ്പൺ ആയി വരും. ഓക്കെ, അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഓൾറെഡി സൗണ്ട് എടുത്തിട്ട് കാണിച്ചു തരാണ്. സൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് സൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഞാൻ റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഓക്കെ, ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ക്യാമറ തിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് ക്യാമറ വേണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ ആക്കാം, ബാക്ക് ക്യാമറ വേണമെങ്കിൽ ബാക്ക് ക്യാമറ ആക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ സോങ് ഓൾറെഡി പ്ലേ ആയി വരും. ഓക്കെ, ഇത് ട്രെൻഡിങ്ങിലുള്ള സോങ് ആണ്. ഇപ്പോൾ ഇതിങ്ങനെ പ്ലേ ആയി വരും. ഓക്കെ, നമുക്ക് എന്താണ് വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോനനുസരിച്ച് ബാക്ക് ക്യാമറ വേണമെങ്കിൽ ബാക്ക് ക്യാമറ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഈ പ്ലേ വന്നിട്ടുണ്ട്. ആ മ്യൂസിക് കറക്റ്റായിട്ട് പ്ലേ ആക്കിയിട്ടുണ്ട്, ഓൾറെഡി കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അത് വീഡിയോ തീർന്നു. ഏത് സോങ് തീർന്നു, നമ്മളെ വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ വീഡിയോസാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഈ വീഡിയോസിന് ഇവിടെ എന്തെങ്കിലും നമുക്ക് ടൈറ്റിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. എന്ത് ടൈറ്റിലാണ് നമുക്ക് കൊടുക്കുന്നത് ആ ടൈറ്റിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ഇത് കൊടുത്ത് ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട് ട്രെൻഡിങ് സോങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വിന്നർ അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഇപ്പോൾ സാധാരണ എൻ്റെ ചാനൽ ഷോർട്സിലെല്ലാം കാണാറുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നത്തെ വിന്നർ, ടുഡേ വിന്നർ ഓക്കെ, വിന്നർ 50 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് എന്ന് ഞാൻ കൊടുത്തു. ഈ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെന്ത് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആക്കണം. പൊസിഷൻ ചേഞ്ച് ആക്കണം, നമുക്ക് എവിടെ വേണമെങ്കിൽ വെക്കാൻ പറ്റും കേട്ടോ. ഇത് എവിടെ വേണമെങ്കിൽ കൊണ്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നത്, ഞാൻ സാധാരണ ഇവിടെയാണ് വെക്കാറ്. അപ്പോൾ ഞാൻ ഇവിടെ വെക്കുന്നു. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ വരും, ടൈം ലൈൻ ഓപ്ഷൻ വരും, ആഡ് വോയിസ് ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇത് ചെറുതാക്കാനോ വലുതാക്കാനോ എത്ര വലുത് വേണമെങ്കിൽ ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഈ സൈഡിൽ വരും. താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണിക്കും, വലുതാക്കി കാണാൻ വലുത് കാണാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ മാറ്റണമെന്ന് വിചാരിച്ചാലും ഇതിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ കളർ ഉണ്ട് കേട്ടോ. ഈ കളർ മൊത്തം നിങ്ങൾക്ക് ചേഞ്ച് ആക്കിയിട്ട് ഏത് കളറിലാണോ നിങ്ങൾക്ക് വേണ്ടത്, പർപ്പിൾ കളറാണോ, അക്ഷരങ്ങൾ വൈറ്റ് ആയിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ അക്ഷരങ്ങളും മാറ്റാൻ പറ്റും, ആ ബാക്ക് ബോർഡ് മാറ്റാൻ പറ്റും. അതൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക് ട്രാൻസ്പെറൻ്റ് ആയി. ഓക്കെ, അതിൽ ഒന്നും കൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ മോഡലായി, വേറൊന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടൈപ്പിലായി. അപ്പോൾ അതുപോലെ നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ആക്കാൻ പറ്റും. കുറച്ച് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ കളർ മാറ്റാനും പറ്റും. അപ്പം ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നത്, വെറും അക്ഷരങ്ങൾ മാത്രം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇത് ഷോർട്ട് ആക്കാം. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു, ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ബ്ലൂ കളറിൽ വൈറ്റായി അത് എല്ലാം സെറ്റായി. അതിനുശേഷം ഇതിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞാൻ ഓൾറെഡി ഉണ്ട പൊസിഷനിൽ ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ടൈം ലൈൻ ചേഞ്ച് ആക്കണം. ടൈം ലൈൻ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യണ്ടേ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന ടൈം ലൈൻ ഉണ്ടല്ലോ, ഈ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണിക്കും, ഇത് എത്ര സമയമാണ് ഇത് വേണ്ടതെന്ന്. ഓക്കെ, അത് നമുക്ക് കുറക്കാൻ പറ്റും. ഇപ്പോൾ ഏടാണ് കട്ടാവേണ്ടത് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ കൊടുക്കാറ് സാധാരണ ഫസ്റ്റത്തെ ടൈം ലൈനിൽ കൊടുത്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാറാണ്. പക്ഷേ അതിന് ശേഷം നമുക്ക് കാണണ്ട, അതാ കുറച്ച് ഫസ്റ്റ് തംബ്നെയിലിന് വേണ്ടിയിട്ട് മാത്രം. നമ്മൾ വീഡിയോൻ്റെ തംബ്നെയിൽ ഉണ്ടല്ലോ, ഈ ഷോർട്ട് വീഡിയോൻ്റെ തംബ്നെയിൽ ഇടേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോൻ്റെ തംബ്നെയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഇത് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് അതിന് ശേഷം കാണാൻ പറ്റില്ല. ഓക്കെ, അത് കാണുന്ന എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് കളർ ചേഞ്ച് ആക്കണമെങ്കിൽ എല്ലാം ഓപ്ഷൻ ഉണ്ട്, കളറെല്ലാം ചേഞ്ച് ആക്കാം. നെക്സ്റ്റ് കൊടുത്ത സമയത്ത് ഇവിടെ നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാനുണ്ട്, ഷോർട്സിൻ്റെ തംബ്നെയിൽ സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഓൾറെഡി തംബ്നെയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിൽ കാണിക്കുന്ന പെൻസിൽ ഐക്കണിൽ അമർത്താം. പെൻസിൽ ഐക്കണിൽ അമർത്തുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് എവിടെയാണോ നമുക്ക് തംബ്നെയിൽ കൊടുക്കേണ്ട ഷോർട്സിന് കറക്റ്റ് പൊസിഷൻ ആക്കിയിട്ട് വെക്കാം. നമുക്ക് ഏത് പോർഷനാണ് വേണ്ടതെന്ന്. ഓക്കെ, ആ പോർഷൻ കറക്റ്റാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ ആ പോർഷൻ കറക്റ്റായിട്ട് തംബ്നെയിലായിട്ട് അവിടെ പ്ലേ ആവും. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബർ എന്ന് കൊടുത്തല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് ഫസ്റ്റത്തെ ഇതാണ് എൻ്റെ ഓൾറെഡി പോർഷൻ.
ഇതാണ് എൻ്റെ തംബ്നെയിൽ വേണ്ടത്. അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് മാറ്റിയാൽ ഇവിടെ സബ്സ്ക്രൈബർ എന്ന് വരും. അത് എത്രത്തോളം ഉണ്ട് അത്രത്തോളം വരും. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതെന്ത് ചെയ്യുന്നത്, ഞാൻ ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇവിടെ വേറെ ഒന്നും കൊടുക്കാനില്ല, റൈറ്റ് കൊടുക്കാം. റൈറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അവിടെ തംബ്നെയിൽ കൊടുത്തില്ലേ അതേ ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, എന്താണെന്ന് നമ്മൾ കൊടുത്തത് വിന്നർ, ഞാൻ പറഞ്ഞുതരാം. വിന്നർ 50 സബ്സ്ക്രൈബർ കംപ്ലീറ്റ്. ഓക്കെ, അത് കൊടുത്തു. ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സിൻ്റെ തംബ്നെയിലും കൊടുത്തു, ടൈറ്റിലും കൊടുത്തു. ഓക്കെ, ടൈറ്റിലും കൊടുത്തതിന് ശേഷം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹാഷ് ഇടണം. ഹാഷ് ഇടുന്ന സമയത്ത് ഓൾറെഡി താഴത്ത് കാണിക്കുന്നുണ്ട് യൂട്യൂബ് ഗ്രോത്ത്, മോണിറ്റേഷൻ. ഇത് ഓൾറെഡി ഞാൻ സാധാരണ കൊടുക്കുന്ന ഹാഷ് ടാഗുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. യൂട്യൂബ്, അപ്പോൾ ഇവിടെ എത്ര വ്യൂസ് ഉണ്ട്, ഈ ടൈറ്റിൽ കൊടുത്താൽ നമുക്ക് എത്ര ട്രെൻഡിങ്ങിലേക്ക് പോകാൻ പറ്റും, എല്ലാം ഫുള്ളിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഹാഷ് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ മോണിറ്റേഷൻ എന്നുള്ളത് ഓൾറെഡി 11 മില്യൺ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഹാഷ് ടാഗാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. ഓക്കെ, 11 മില്യൺ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതാണ് മോണിറ്റേഷൻ എന്നുള്ള. മോണിറ്റേഷൻ അല്ല, സോറി, തെറ്റിപ്പോയതാണ്. മോട്ടിവേഷൻ എന്നുള്ള വേർഡ് ഓൾറെഡി 11 മില്യൺ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ ഫുഡ് ചാനലാണെങ്കിൽ കുക്കിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾ ആ കാറ്റഗറി സെലക്ട് ചെയ്ത് എടുത്താൽ മതി. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഹാഷ് ഇടുക. ഹാഷ് ഇട്ടതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ഹാഷ് ഇട്ടതിന് ശേഷം ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെന്ന്, അല്ലെങ്കിൽ ഫുഡ് ചാനൽ തന്നെ കൂട്ടിക്കോ. ഞാൻ വെറുതെ ഇല്ലാണ്ട് ഫുഡ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ഫുഡായിട്ട് ഒരു ബന്ധവുമില്ല, ഈ ചാനലിൽ ഒരു ബന്ധവുമില്ല കേട്ടോ ഫുഡായിട്ട്. ഇവിടെ ഫുഡ് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക്, ഫുഡ് 56 മില്യൺ വീഡിയോസ് ഉണ്ട്. ഫുഡിനെ കുറിച്ചിട്ട് ഷോർട്ട് വീഡിയോ 56 മില്യൺ വീഡിയോസ് ഉണ്ട്. ഓക്കെ, അത് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, ഇവിടെ കാണുന്നുണ്ടോ, 56 മില്യൺ വീഡിയോസ് ഉണ്ട്. 5.6 മില്യൺ ചാനലുകളുണ്ട്. ഓക്കെ, ഈ ഹാഷ് ടാഗിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണോ, ഈ ഹാഷ് ടാഗ് യൂസ് ചെയ്യണം. ഈ ഹാഷ് ടാഗ് യൂസ് ചെയ്യാൻ എന്ത് പണിയില്ല, ഇതിൽ ടച്ച് ചെയ്താൽ മതി. അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സെർച്ച് ലിസ്റ്റിൽ നമ്മളെ ഈ വീഡിയോസ് വരും സെർച്ച് ചെയ്യുന്ന സമയത്ത്. അതിന് ശേഷം എന്ത് കൊടുക്കേണ്ടത്, വേറൊരു ഹാഷ് എടുക്കാം. വേറൊരു ഹാഷ് എടുത്തിട്ട് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമതും കൂടിയിട്ട് ഒന്നും കൂടി ഒരു ഹാഷ് ഇടാം. ഹാഷ് ഇടുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് വേറെ എന്താണോ നിങ്ങൾ ഹാഷ് ടാഗ് ഇടാൻ ഉദ്ദേശിക്കുന്ന ഹാഷ് ടാഗ് പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ തന്നെ ഇതാക്കുന്നത് വ്യൂസ്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടത് വ്യൂസ് എന്നാണ് കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ, അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഗ്രോത്ത്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ ഇല്ലാണ്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് യൂട്യൂബ്. ഓക്കെ, യൂട്യൂബ് ടിപ്സ് മലയാളം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ടൈപ്പ് കൊടുത്തിട്ടില്ല, അത് ഞാൻ ഓൾറെഡി ഡെയിലി ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് അതേപോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഹാഷ് ടാഗ് എന്തൊക്കെയാണെന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഓക്കെ, അപ്പോൾ 2 യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് പറഞ്ഞാൽ മലയാളത്തിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, കുറച്ച് കുറവാണ് വ്യൂസ്. അതല്ല, യൂട്യൂബ് എന്ന് പറയുന്നത് 1.7 മില്യൺ വീഡിയോസ് ഉണ്ട്. പിന്നെ ഹാഷ് ടാഗിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനത്തെ വീഡിയോസ്, ആ ഹാഷ് ടാഗുകളിലെ വീഡിയോസാണ്. ഓക്കെ, 15 മില്യൺ ചാനലുകളുണ്ട്. ഓക്കെ, അത് ഓരോ ചാനലിൻ്റെ കാറ്റഗറി നമുക്ക് ഓൾറെഡി ഇവിടെ കാണിക്കും. യൂട്യൂബേഴ്സ് എന്നുള്ളത് എത്രയുടെ കാണിക്കുന്നത്, 405 മില്യൺ വീഡിയോസ് ഉണ്ട് കേട്ടോ. 23 മില്യൺ ചാനൽസും ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ചാനലും കൂടി അവിടെ നമുക്ക് അതും കൂടി ഇവിടെ ആഡായി കിട്ടും. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ അൺലിസ്റ്റഡ് ആക്കി വെക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്.
അൺലിസ്റ്റഡ് ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ക്യൂട്ടായിട്ട് ഒരു ഡോഗിൻ്റെ പട്ടീൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും ക്യാറ്റിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ഫസ്റ്റ് കൊടുക്കേണ്ടത് ലവ് എന്നുള്ളതാണ്. ഓക്കെ, ബേർഡ്സ് ലവ് അല്ലെങ്കിൽ ക്യാറ്റ് ലവ് അല്ലാന്നുണ്ടെങ്കിൽ ഡോഗ് ലവ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ചില ആൾക്കാർ ക്യാറ്റിൻ്റെ വീഡിയോസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് കൊടുക്കേണ്ടത് ലവ് എന്ന് കൊടുത്താലും മതി, വെറും ലവ് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹാഷ് ഇടാം ക്യാറ്റ് ലവ്. ഓക്കെ, ക്യാറ്റ് ലവ് എന്ന് കൊടുക്കാം. അങ്ങനത്തെ എന്തെങ്കിലും വേർഡ് യൂസ് ചെയ്യാം. ക്യാറ്റ് ലവ്, ഡോഗ് ലവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വേർഡ്സാണ്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാം. ഫുഡിൻ്റെ ആണെങ്കിൽ ഫുഡ് സംബന്ധിച്ചിട്ടുള്ള ബിരിയാണി അങ്ങനത്തെ കൊടുക്കാം കേട്ടോ. കേരള ബിരിയാണി അങ്ങനൊന്നും കൊടുക്കാം. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ അൺലിസ്റ്റഡ് ആക്കി വെച്ച് അതിന് ശേഷം ഇവിടെ പോയിട്ട് എന്ത് ചെയ്ത് ഇത് നോട്ട് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ കൊടുത്ത് നോട്ട് ഫോർ കിഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് മെസ്സേജ് എല്ലാം ഓപ്പൺ ആയി കിട്ടും. അതിനൊന്നും കൊടുക്കാനില്ല. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇത് ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇവിടെ ഒന്നും ചെയ്യാനില്ല. കമൻറ്റ് സെക്ഷൻ ഓണാണ്. അപ്ലോഡ്. ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇവിടെ അത്ര ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നേരെ എന്ത് ചെയ്യാം, റീമിക്സ് വേറെ സോങ് ഇവിടെ നിന്ന് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം ഇവിടെ നിന്ന് നേരെ ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോകണം കേട്ടോ. വൈറ്റ് സ്റ്റുഡിയോയിൽ പോവുക. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയ സമയത്ത് നമുക്ക് ഏത് അക്കൗണ്ടാണോ നമ്മളെ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ ആ ഷോർട്സ് ഇവിടെ കണ്ടൻറ്റിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, കണ്ടൻറ്റിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് അവിടെ ഓൾറെഡി കാണും. ഓക്കെ, ഈ ഷോർട്സ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഷോർട്സ് ഇവിടെ കാണിക്കും. ഇവിടെ കാണിച്ചതിന് ശേഷം ഈ ഷോർട്സ് ക്ലിക്ക് ചെയ്യാം. ഈ ഷോർട്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോപ്പിൽ നിങ്ങൾക്കൊരു പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നുണ്ടോ? ഇവിടെ ടോപ്പിൽ ഒരു പെൻസിലിൻ്റെ ഐക്കൺ. ഏത് സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്താണെങ്കിലും വയ്യാണെങ്കിലും ഓക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും ഒരു പെൻസിലിൻ്റെ ഐക്കൺ. ആ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്പോട്ടിൽ. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് റീമിക്സ് ഓപ്ഷൻ എവിടെ നിന്നെല്ലാം എടുക്കാമെന്ന് എങ്ങനെ വീഡിയോ ഇടാമെന്ന് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യേണ്ടത് ഇത് നമുക്ക് ഇവിടെ റിലേറ്റഡ് വീഡിയോ നമ്മൾ വേറെ വീഡിയോസ് ഏതെങ്കിലും ഒരു വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോ ഓൾറെഡി സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ആ റിലേറ്റഡ് വീഡിയോ അവിടെ പ്ലേ ആയിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ വരേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ഹാഷ്ടാഗിൽ വരാം. ഓക്കെ, ഇവിടെയാണ് ഹാഷ്ടാഗ് കൊടുക്കേണ്ടത്. ടാഗ് എന്ന് പറയുന്ന ടാഗ്, ഷോർട്സ്, റീമിക്സ്, കാറ്റഗറി ഇത്ര ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ടാഗാണ്. ഓക്കെ, ടാഗിനെയാണ് എല്ലാവരും ഹാഷ്ടാഗ് എന്ന് പറയുന്നത് ടാഗാണ്. ഓക്കെ, അത് ഹാഷ് ഇട്ടിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ടാഗാണ്. ഓക്കെ, അപ്പം നമ്മൾ ടാഗ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടാഗിൽ ക്ലിക്ക് ചെയ്യാം. ടാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാഗ് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് കൊടുത്തതിന് ശേഷം പിന്നെ വന്നല്ലോ യൂട്യൂബ് ടിപ്സ് മലയാളം. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. സ്പേസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ താഴത്തെ കാണുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ, അത് പോയല്ലോ, കീവേഡ് പോയി. ഓക്കെ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായി, സെപ്പറേറ്റഡ് ആയി. ഓക്കെ, ആ ഒരു ടാഗ് ഫുള്ള് മൊത്തത്തിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് നിങ്ങൾ ഹാഷ്ടാഗ് ചെയ്യുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് വരില്ല. ഓക്കെ, അതിന് ശേഷം വേറൊരു ഹാഷ്ടാഗ് കൊടുക്കാം, യൂട്യൂബ് ഗ്രോത്ത്. ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ മൈക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് ശേഷം ഇവിടെ അതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സെപ്പറേറ്റഡ് ആയി. ഓക്കെ, ഇത് രണ്ട് ഇപ്പോൾ സെപ്പറേറ്റ് കീവേഡ്സ് ആയി. ഓക്കെ, സെപ്പറേറ്റ് ഇത് സെർച്ച് ലിസ്റ്റിൽ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കീവേഡ്സിൽ നമ്മൾ എന്താണോ കൊടുത്തത് അതന്നെ ഇവിടെ കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ ഹാഷ്ടാഗിൽ എങ്ങനെയാണ്, തംബ്നെയിൽ എങ്ങനെയാണോ, ടൈറ്റിൽ എങ്ങനെയാണോ കൊടുത്തത്, തംബ്നെയിൽ എങ്ങനെയാണോ കൊടുത്തത് സെയിം എല്ലാം ഇവിടെ വരണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി 2 കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇതുപോലെ ഒരു 10 കൊടുക്കാം, മാക്സിമം 10 കൊടുക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ 9 കൊടുക്കുക, 8 കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ. ഒരു 15 വരെ കൊടുത്താലും ഒരു കുഴപ്പമില്ല. വ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആദ്യം ഒരു 8, 9 കൊടുക്കുക. അതിന് ശേഷം വ്യൂസ് കുറയുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു 4-5 ടാഗും കൂടി അതിലേക്ക് തന്നെ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ ഓൾറെഡി കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരിക്കലും കാറ്റഗറി നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വേറെ ഓഡിയൻസിലേക്ക് പോകും. ഓഡിയൻസിൽ അവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂസ് ഡൗൺ ആവും. അപ്പോൾ നമ്മൾ വ്യൂസ് ഡൗൺ ആവാതെ ഓൾറെഡി ഉള്ള ഓഡിയൻസിലേക്ക് തന്നെ പോയിട്ട് വേറെ ഓഡിയൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഫസ്റ്റ് കാറ്റഗറി കൊടുത്തത് അതേ കാറ്റഗറി ആയിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, അതിന് കാറ്റഗറി ഓൾറെഡി വൈറ്റ് സ്റ്റൈലിൽ നിന്ന് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, എന്ത് കാറ്റഗറിയാണോ കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണ്ടേ, അതിന് ശേഷം ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ നേരെ ബാക്ക് പോവാം. ബാക്ക് പോയതിന് ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് വെച്ചിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതുവരെ അവിടെ കിടക്കണം. അതുവരെ അവിടെ കിടന്നിട്ട് 1 മണിക്കൂർ, അരമണിക്കൂർ നമ്മൾ എത്രയാണ് ചെയ്ത് ഒരു എക്സാമ്പിൾ ഒരു അന്താജ് സമയം പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ അതിന് ടൈം ടേബിളൊന്നും വെച്ചിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ക്ലോക്കൊന്നും നോക്കിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഒരു അന്താജ് ഒരു അരമണിക്കൂറോ 10-15 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്യാം. അല്ല അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് വേണമെങ്കിലും കുഴപ്പമില്ല. രണ്ടാമത് ഇവിടെ പെൻസിലിൽ പോവുക, അൺലിസ്റ്റഡിൽ ക്ലിക്ക് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അത്ര പണിയുള്ളൂ. ഞാൻ ഇപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അൺലിസ്റ്റഡിൽ തന്നെ ആക്കിയിട്ട് വെക്കുന്നത്. അത്ര പണിയുള്ളൂ. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വീഡിയോസ് പോയിക്കോളും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഞാൻ ഫുള്ള് കാണിച്ച് റീമിക്സ് ഓപ്ഷൻ എങ്ങനെയെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് റീമിക്സ് ഓപ്ഷൻ അവിടെ മാത്രമാണോ കിട്ടുന്നത്? അല്ല എന്നാണ് അതിൻ്റെ മറുപടി. ഓക്കെ, റീമിക്സ് ഓപ്ഷൻ അവിടെ മാത്രമല്ല കിട്ടേണ്ടത്. അതിന് പോകേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ടോപ്പിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇവിടെ ടോപ്പിലൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇങ്ങനത്തെ ഈ ഓപ്ഷൻ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച ലൈവിൽ എന്താണ് ഷോർട്സ് റീമിക്സ് ഓപ്ഷൻ ടോപ്പിൽ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് കൂട്ടിക്കോളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പോകണം. ഓക്കെ, നിങ്ങൾ പോകേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും ട്രെൻഡിങ്. മനസ്സിലായല്ലോ? ഇവിടെ കാണിക്കും ട്രെൻഡിങ്. ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് മ്യൂസിക്, അതിലേക്ക് ഞാൻ വരാട്ടാ. ഇവിടെ വേറൊരു ഓപ്ഷൻ കാണിക്കുന്നത് മ്യൂസിക്. ഓക്കെ, ഇവിടെ വേറൊരു ഓപ്ഷൻ കാണിക്കുന്നത് മൂവി, ഇവിടെ വേറൊരു ഓപ്ഷൻ കാണിക്കുന്നത് ലൈവ്, ഇവിടെ ഒരു ഗെയിമിങ്, ന്യൂസ്, റിപ്പോർട്ട്, എന്തൊക്കെ കുറേ ഓപ്ഷനുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ ഓപ്ഷൻ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ആദ്യം എടുക്കേണ്ടത് ട്രെൻഡിങ് ആണ്. ട്രെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ട്രെൻഡിങ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എത്ര മില്യന്? 30 മില്യൺ. ഇത് കണ്ടല്ലോ, 30 മില്യൺ. ഈ സോങ്ങിന് 30 മില്യൺ. ഓൾറെഡി ഇതിന് റീമിക്സ് ഉണ്ടാകും. നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതിന് റീമിക്സ് ഓപ്ഷൻ യൂട്യൂബ് തരുന്നുണ്ടോ എന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സോങ്ങിൽ ക്ലിക്ക് ചെയ്യാം. ഈ സോങ്ങിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തിടാം, പരസ്യം വരുന്നുണ്ട്. പരസ്യം കട്ട് ചെയ്യാം. പരസ്യം കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണിക്കും. ഓൾറെഡി ഞാൻ ഇത് പ്ലേ ചെയ്യുന്നുണ്ട്, ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണിക്കും റീമിക്സ്. ഏതാണ്? റീമിക്സ്. ട്രെൻഡിങ് സോങ് എടുക്കേണ്ടത് ഇവിടെയാണ് റീമിക്സ് ഓപ്ഷൻ കാണിക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. അതിനുശേഷം ഇതിൻ്റെ താഴത്ത് ഇതേപോലെ നിങ്ങൾക്ക് ട്രെൻഡിങ്ങിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് എല്ലാം വരും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റീമിക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിൽ ഇവിടെയും കാണിക്കും നിങ്ങൾക്ക് സൗണ്ട്. ഓക്കെ, ഇവിടെയും കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രമല്ല, അപ്പോൾ ഇതേത് ഇപ്പോൾ സോങ് ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഏത് സോങ്ങാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളതെന്ന്. one days അപ്ലോഡ് ചെയ്തതാണ്. ഒറ്റ ഒരു ദിവസം കൊണ്ട് എത്രയോ മില്യൺ വ്യൂസാണ്. നോക്കാം. അപ്പോൾ ഇത് ട്രെൻഡിങ്ങിലുള്ളതാണ്. ഇത് ഓൾറെഡി എടുക്കാവാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് റീമിക്സ് ഓപ്ഷനിൽ പോവുക. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇത് സംഭവം ഞങ്ങൾക്ക് ഈ ചാനൽ പരിചയം പോലും ഇല്ല, ഈ സോങ്ങും പരിചയമില്ല, ഈ വീഡിയോസും പരിചയമില്ല. പക്ഷേ
എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് 30 മില്യൺ വ്യൂസ് ഉള്ളത് കൊണ്ടാണ് ആ കാണാൻ പറ്റിയത്. അപ്പോൾ യൂട്യൂബിൻ്റെ ട്രെൻഡിങ്ങിൽ വന്നു. ട്രെൻഡിങ്ങിൽ വന്നതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് ടോപ്പിൽ ട്രെൻഡിങ് എന്ന് കാണിക്കുന്നത്. 1 ഡേ 30 മില്യൺ വ്യൂസ്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം താഴത്തെ സോങ് കണ്ടാലും 1 ഡേ 2.6 മില്യൺ വ്യൂസ്. ഇതും ഓൾറെഡി ട്രെൻഡിങ്ങിലുള്ളതാണ്. ഇതിലും റീമിക്സ് ഓപ്ഷൻ ഉണ്ട്. റീമിക്സ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. റീമിക്സ് ഈ ട്രെൻഡിങ്ങിലുള്ള സോങ്ങിനെല്ലാം മാക്സിമം റീമിക്സ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് മലയാളം സോങ് ഒന്നും ആയിട്ടുണ്ടാവില്ല, ഹിന്ദി സോങ് ആയിരിക്കും. ഏറ്റവും ട്രെൻഡിങ്ങിലുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. ഇനി അഥവാ ഞാൻ ഓൾറെഡി പറഞ്ഞ നിങ്ങളടുത്ത് വോയിസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടായിട്ട് അത് പറയാട്ടോ. നിങ്ങൾ ഒറിജിനൽ വോയിസ് ആണെങ്കിൽ എങ്ങനെ റീമിക്സ് ഇടാമെന്ന്. ഓക്കെ. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ട്രെൻഡിങ് ഓൾറെഡി അത് കിട്ടിയല്ലോ. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, മ്യൂസിക്കിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ ട്രെൻഡിങ്ങിലുള്ള സോങ് ഓൾറെഡി ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ കിട്ടും. മ്യൂസിക്കിൽ പോയാലും ഇവിടെ ട്രെൻഡിങ്ങിലുള്ള സോങ് ഇവിടെയും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇത് റീമിക്സ് ഉണ്ടോ എന്ന് നോക്കാം. ഇതും റീമിക്സ് എടുക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അതല്ല ഇതിൽ വേറെ സോങ് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡിങ്ങിൽ കാണിക്കുന്ന 1 മാസം മുന്നേ 2 മാസം മുന്നത്തുള്ള വീഡിയോസ് ഫുൾ എല്ലാ ട്രെൻഡിങ്ങിലുള്ള ഫുള്ള് വീഡിയോസ് ഇവിടെ ഫുള്ള് നമുക്ക് പ്ലേ ആയിട്ട് കാണിക്കും കേട്ടോ. അതിന് ശേഷം ഇത് ഹോളിവുഡാണ്. ഇത് ഫുള്ള് മലയാളം ഉണ്ടാകുന്ന നോക്കാം. മലയാളമെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ ഒരു സോങ് വേണമെന്ന് വിചാരിച്ചോ. മലയാളത്തിൽ ട്രെൻഡിങ് ആവൽ എപ്പോഴെങ്കിലും ഒരുക്കാണ് ഒരു വീഡിയോസ്. പക്ഷേ അത് ഇവിടെ ഓൾറെഡി ട്രെൻഡിങ്ങിൽ വരും കേട്ടോ. ആ സോങ്ങുകളും മോഹൻലാലിൻ്റെ എല്ലാം കുറേ പടത്തിലുള്ള സോങ്ങുകളെല്ലാം ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നോക്കിയതായിരുന്നു. അതിനുശേഷം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനത്തെ സോങ്ങുകൾ ഓൾറെഡി റീമിക്സ് എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ നോക്കണം, നമ്മുടെ വീഡിയോസ് എത്രത്തോളം ഇത് പോവും എന്നുള്ളത് ഇവിടെ ഈ റീമിക്സ് ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 40 വ്യൂസേ ഉള്ളൂ, ആകെ 40 ഷെയറിങ് റീമിക്സ് ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ ചെറിയ റീമിക്സ് ഓപ്ഷൻ ഉള്ളത് എടുക്കാതിരിക്കാം. ഓക്കെ. അപ്പോൾ നല്ല അടിപൊളി മില്യൺ വ്യൂസുള്ള ട്രെൻഡിങ് എടുത്താൽ നിങ്ങളുടെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി എവിടെ പോയി എന്ന് പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് ഒറ്റ ഒരു വീഡിയോ കൊണ്ട് ഷോർട്സിനുള്ള 1 മില്യൺ അടിക്കാനുള്ള സാധ്യത ഉണ്ട്, നല്ല അടിപൊളി ഷോർട്സ് ആണെങ്കിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി എങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ സോങ് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾ ഏത് റീമിക്സ് ഓപ്ഷൻ എടുത്തോട്ടോ, ഏത് റീമിക്സ് ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് ഇവിടെ ട്രെൻഡിങ് ഏത് റീമിക്സ് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റീമിക്സ് ഓപ്ഷനിൽ പോയി ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ട പോലെ തന്നെ സൗണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു വീഡിയോ സെലക്ട് ചെയ്തു. വീഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ക്യാമറ നേരത്തെ ക്യാമറ അല്ല കാണിച്ചത്. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓൾറെഡി മുന്നെടുത്ത വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പം മുന്നെടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഇടേണ്ടത് ആ വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റും. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഒരു വീഡിയോസ് ഇടുന്നുണ്ട്, എൻ്റെ ഒരു വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോസ് ഇടാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഈ വിന്നർ വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡണ്ണ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സോങ് ആയിരിക്കും പ്ലേ ആയി കാണിക്കുന്നത്, എൻ്റെ വോയിസ് ഉണ്ടാവത്തില്ല. കാരണം എന്താ, നമ്മൾ റീമിക്സ് ഓപ്ഷൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു. റീമിക്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്തതുകൊണ്ട് നമുക്ക് ഇവിടെ സൗണ്ട് വരാൻ സാധ്യതയില്ല, നമ്മളെ സൗണ്ട് വരത്തില്ല. ഇവിടെ വരുന്നത് റീമിക്സ് ഓപ്ഷൻ്റെ സൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇത് സൗണ്ട് വരുന്നുള്ളത് ഓക്കെ. ഇപ്പം എൻ്റെ സൗണ്ട് ഇല്ല കേട്ടോ, എൻ്റെ സൗണ്ട് ഇല്ല. ഇപ്പോൾ വരുന്നുള്ളത് ആ മ്യൂസിക്കിൻ്റെ സൗണ്ട്. അപ്പോൾ ഇനി നമുക്കിപ്പം നമുക്ക് മ്യൂസിക്കും പോകണം, ട്രെൻഡിങ്ങിലുള്ള മ്യൂസിക്കും പോകണം, നമ്മളെ സൗണ്ടും ഇതിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടോപ്പിൽ ക്ലിക്ക് ചെയ്യാം. ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒറിജിനൽ ഓഡിയോ എന്ന് കാണിക്കുമോ, യുവർ ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഒരു ഓപ്ഷൻ. യുവർ ഓഡിയോയിൽ ഫുള്ള് ലോങ് ആക്കി വെക്കുക, ഈ സോങ് ചെറുതാക്കാം. ഓക്കെ. ഈ സോങ് ഫുള്ള് ചെറുതാക്കിയിട്ട് നമുക്ക് എത്രത്തോളം നമ്മളെ വോയിസ് പുറത്തൊക്കെ പോകണം, നമ്മുടെ സ്വന്തം വോയിസ് എത്രത്തോളം പുറത്ത് പോകണം അത്രത്തോളം ഇതാക്കാം. 1ലോ 2ലോ വെക്കണം കേട്ടോ. നിങ്ങളുടെ സൗണ്ട് വോയിസ് മ്യൂസിക്കിൻ്റെ വോയിസ് 1ലോ 2ലോ വെക്കണം. ഫുള്ള് സീറോക്കി വിടരുത്. സീറോക്കി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ട്രെൻഡിങ് സോങ് ആയിട്ട് പോകത്തില്ല. അപ്പോൾ 1ലോ 2ലോ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 3ലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ആ വോയിസും കൂടി വരും കൂടുതലായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ വോയിസാണ് ഇപ്പോൾ ഇവിടെ കേൾക്കുന്നുള്ളത്. അതിനുശേഷം ഈ വോയിസ് കേട്ടതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, ഈ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഓൾറെഡി റീമിക്സ് ഓപ്ഷൻ ഇല്ല. റീമിക്സ് ഓപ്ഷൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. സോങ്ങുകൾ നമ്മൾ ഒറിജിനൽ വീഡിയോസ് തന്നെ ആ റീമിക്സ് ആയിട്ട് നമുക്ക്
ഔട്ട് കൊടുക്കാൻ പറ്റും, വേറെ ആൾക്കാർക്ക് കാണാൻ പറ്റും. നമ്മൾ ഒറിജിനൽ സൗണ്ട് ഓൾറെഡി സോങ് അതിലുണ്ട്, ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടുണ്ട്. ആ ട്രെൻഡിങ് സോങ്ങും അതിൽ പോവും, നമ്മൾ ഓഡിയോ ആയിരിക്കും അവിടെ അവർക്ക് കേൾക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞ ഷോർട്സ്. ഇത് ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫുള്ള് വീഡിയോസ് കാണും. ആ വീഡിയോസിലുണ്ട് തംബ്നെയിൽ എങ്ങനെ കൊടുക്കേണ്ട, കസ്റ്റം ചെയ്യുന്നത് എങ്ങനെ, ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ ഫുള്ള് വീഡിയോസും